Good morning. Morning. Okay. ഞാൻ മിസ് ലീവാണ് കേട്ടോ, അതുകൊണ്ടാണ് മിസ്സിന് പകരം ഞാൻ കയറിയത് കേട്ടോ. ഓക്കെ. തുടങ്ങാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും റെഡിയാണോ? തുടങ്ങാം അല്ലേ? വെയിറ്റ് ചെയ്യണോ? 2-3 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യണോ? ആരെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യാനുണ്ടോ? ഓക്കെ. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ടാണ് അല്ലെ? ഓക്കെ. എന്തൊക്കെയാണ് അച്ചടക്ക നടപടിക്രമങ്ങൾ അല്ലെ? ആ ഒരു ഡിസിപ്ലിനറി പ്രൊസീജിയറിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് 9 സ്റ്റെപ്പുകളാണ് ഉള്ളത് അല്ലെ? നമ്മള് 8 സ്റ്റെപ്പുകൾ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ അല്ലെ? പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തുക. അത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? അതെ, പ്രിപ്പയർ ദ ചാർജ് ഷീറ്റ് അല്ലെ? കുറ്റപത്രം തയ്യാറാക്കലാണ്. അതായിരുന്നു രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ എന്തായിരുന്നു? കൺസിഡറേഷൻ ഓഫ് ദ എക്സ്പ്ലനേഷൻ അല്ലെ? അതായത് വയലേറ്ററിന്റെ ഭാഗത്ത് നിന്നുള്ള എക്സ്പ്ലനേഷന് നമ്മളൊരു പരിഗണന കൊടുക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും അവരുടെ ചെയ്ത വയലേഷനെ സംബന്ധിച്ച് എന്തെങ്കിലും എക്സ്പ്ലനേഷൻസ് അവർക്ക് തരാനുണ്ടെങ്കിൽ അതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് പറഞ്ഞത്. നാലാമത്തെ എന്തായിരുന്നു? നോട്ടീസ് ഓഫ് എൻക്വയറി അല്ലെ? നോട്ടീസ് ഓഫ് എൻക്വയറി അല്ലെ? അന്വേഷണ അറിയിപ്പ് അല്ലെ? ഓക്കെ. അന്വേഷണ അറിയിപ്പ് നമ്മൾ എപ്പോ അന്വേഷണം നടത്തും, ഏത് ദിവസം നടത്തും, ഏത് സമയത്ത് നടത്തും, ആരാണ് നടത്തുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ പറഞ്ഞത് അല്ലെ? പിന്നെ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? സസ്പെൻഷൻ വിത്ത് ഓർ വിത്തൗട്ട് പേ അല്ലെ? അതെ, അതായത് അന്വേഷണ വിധേയമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സസ്പെൻഡ് ചെയ്യാം. അത് പേയ്മെന്റോട് കൂടി സസ്പെൻഡ് ചെയ്യണോ അല്ലയോ എന്നുള്ളത് മാനേജ്മെന്റ് ആണ് തീരുമാനിക്കുന്നത്. ഓക്കെ. ദെൻ ആറാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? കണ്ടക്ട് ഓഫ് ഡൊമസ്റ്റിക് എൻക്വയറി അല്ലെ? ഒരു ഗാർഹിക അന്വേഷണം നടത്താം. ഗാർഹിക അന്വേഷണം നടത്താന്ന് പറഞ്ഞാല് അവിടെ എന്ത് ചെയ്യണം? മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു അന്വേഷണം നടത്തണം. എന്തിനു വേണ്ടിയിട്ടാണ്? എംപ്ലോയീസിനും മാനേജ്മെന്റിന്റെ ഇടയിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡൊമസ്റ്റിക് എൻക്വയറി നടത്തുന്നത്. ഓക്കെ. പിന്നെ ഏഴാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? റെക്കോർഡിംഗ് ഓഫ് ഫൈൻഡിങ്സ് ബൈ എൻക്വയറി ഓഫീസർ അല്ലെ? എൻക്വയറി ഓഫീസർ അഥവാ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളെല്ലാം തന്നെ റെക്കോർഡ് ചെയ്യാണ്. എട്ടാമത് എന്താണ്? റെക്കോർഡിങ്സും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? അവാർഡിംഗ് ഓഫ് പനിഷ്മെന്റ് ആണ് അല്ലെ? അതായത് ശിക്ഷ നിർണ്ണയിക്കലാണ് എട്ടാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത്. ഇവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇത്രയും നമ്മൾ വായിച്ചു നോക്കിയോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ ആണോ? ആരൊക്കെയുള്ളത്? അഞ്ചു ഓക്കെ ആണോ? എന്തെങ്കിലും ഒന്ന് മറുപടി പറയാമോ? ജയദേവ്, എല്ലാരും വായിച്ചു നോക്കിയോ? ക്ലിയർ ആണോ? ഓക്കെ ആണ് മിസ്സേ, കുഴപ്പമില്ല. കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ്. നെക്സ്റ്റ് ഒൻപതാമത്തെ കേട്ടോ, ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ് എന്ത്? കമ്മ്യൂണിക്കേഷൻ ഓഫ് പനിഷ്മെന്റ് അല്ലെ? നമ്മൾ എന്ത് ചെയ്തു? പനിഷ്മെന്റ് നമ്മൾ വിധിച്ചു, നിർണയിച്ചു. ഇനി എന്ത് വേണം? ആ പനിഷ്മെന്റ് നമ്മൾ വയലേറ്ററിനെ അറിയിക്കണം അല്ലെ? എംപ്ലോയി ആയിട്ട് നമ്മളത് ആ വിവരം അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതാണ് എന്ത്? ഒൻപതാമത്തെ സ്റ്റെപ്പ് കേട്ടോ, കമ്മ്യൂണിക്കേഷൻ ഓഫ് പനിഷ്മെന്റ്. എന്താണ് പറയുന്നത്? Once the decision is taken by the management regarding punishment to be given to the country, and it should be properly conveyed to the concerned employee as soon as possible. അല്ലെ? അതായത് ഈ പനിഷ്മെന്റിനെ സംബന്ധിച്ച് മാനേജ്മെന്റ് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് തന്നെ ആരെ അറിയിക്കണം? ആ ഒരു എംപ്ലോയിനെ, ബന്ധപ്പെട്ട എംപ്ലോയിനെ
കഴിയാവുന്നിടത്തോളം വേഗത്തിൽ അവരെ അറിയിക്കുക എന്നുള്ളതാണ് അല്ലെ. എന്താണ് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ദ കറസ്പോണ്ടൻസ് ഓഫ് ദ പനിഷ്മെന്റ് മസ്റ്റ് എക്സ്പ്ലെയിൻ. കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. നമ്മൾ ഈ വിവരം എംപ്ലോയി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? ഓക്കെ, ദ കറസ്പോണ്ടൻസ് ഓഫ് ദ പനിഷ്മെന്റ് മസ്റ്റ് എക്സ്പ്ലെയിൻ. നമ്മൾ പനിഷ്മെന്റിനെ പറ്റിയിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ വിശദമാക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ്? അവിടെ കുറച്ച് പോയിന്റ്സുകൾ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? റീസൺ ഫോർ ചാർജ് ഷീറ്റ് ഇഷ്യൂഡ് ടു ദ എംപ്ലോയി. എംപ്ലോയിക്ക് നമ്മൾ ചാർജ് ഷീറ്റ് കൊടുക്കാനുണ്ടായിട്ടുള്ള കാരണം അല്ലെ, കുറ്റപത്രം കൊടുക്കാനുണ്ടായ കാരണം എന്താണെന്ന് അവരോട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. പിന്നെന്താണ്? റീസൺസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് എൻക്വയറി. അന്വേഷണത്തിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് അന്വേഷണം നടത്തിയത്? പിന്നെ അന്വേഷണ രീതികൾ എങ്ങനെയായിരുന്നു എന്നതിനെ പറ്റി അവരോട് പറയണം. പിന്നെന്താണ്? റിസൾട്ട്സ് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻസ് ഡൺ ബൈ ദ ഓഫീസേഴ്സ്. ഓഫീസേഴ്സ് നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസിന്റെ റിസൾട്ടുകൾ അത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെ ഡിസിഷൻസ് ടേക്കൺ ബൈ ദ മാനേജ്മെന്റ് റിഗാർഡിംഗ് ദ ആക്ഷൻസ് ടു ബി ടേക്കൺ ഓർ നോട്ട്. അതായത് മാനേജ്മെന്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ ആക്ഷൻസിനെ പറ്റിയിട്ടും തീരുമാനങ്ങളെ പറ്റിയിട്ടും എംപ്ലോയി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. പിന്നെയോ കൈൻഡ് ഓഫ് പനിഷ്മെന്റ് അല്ലെ, പനിഷ്മെന്റിന്റെ രീതി, ശിക്ഷാ രീതി എങ്ങനെയാണ്, ഏത് രീതിയിലുള്ള ശിക്ഷയാണ്? ചിലപ്പോ ഒരു ഫൈൻ ആയിരിക്കാം, ചിലപ്പോ അല്ലാത്ത ശിക്ഷയായിരിക്കാം, ചിലത് പിഴയടക്കേണ്ടി വരാം അല്ലെ, പെനാൽറ്റി അടക്കേണ്ടി വരാം. ഏത് രീതിയിലുള്ള ശിക്ഷയാണ് എന്നുള്ളത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെന്താണ്? ഡേറ്റ് ഫ്രം വിച്ച് ദ പനിഷ്മെന്റ് വിൽ ബി അപ്ലിക്കബിൾ. അതായത് ഈ ഒരു പനിഷ്മെന്റ് അപ്ലിക്കബിൾ ആവുന്ന അല്ലെങ്കിൽ ഈ ഒരു എന്താണ് ശിക്ഷ വിധിക്കുന്ന അല്ലെങ്കിൽ ശിക്ഷ നടപ്പിലാകുന്ന തീയതി എന്നാണ്, ബാധകമാവുന്ന തീയതി എന്ന് മുതലാണ് ശിക്ഷ നടപ്പിലാക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ ആയല്ലോ? അപ്പൊ ആ ഒരു കറസ്പോണ്ടൻസ് മീൻസ് കമ്മ്യൂണിക്കേഷൻ ആണ്. എന്തൊക്കെ കാര്യങ്ങൾ പറയണം? റീസൺ ഫോർ ചാർജ് ഷീറ്റ്, എന്തുകൊണ്ട് എംപ്ലോയിക്ക് ആ ചാർജ് ഷീറ്റ് കൊടുക്കാനുണ്ടായ കാരണം, അന്വേഷണത്തിന്റെ കാരണം എന്താണ്, അന്വേഷണ രീതികൾ എന്തൊക്കെയായിരുന്നു, ഓഫീസേഴ്സിന്റെ ഇൻവെസ്റ്റിഗേഷനിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള റിസൾട്ട് എന്തൊക്കെയാണ്, മാനേജ്മെന്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള തീരുമാനങ്ങളും ആക്ഷൻസുകളും എന്തൊക്കെയാണ്, ഏത് രീതിയിലുള്ള പനിഷ്മെന്റ് ആണ്, പനിഷ്മെന്റ് എന്ന് മുതലാണ് ബാധകമാവുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഇതോടുകൂടിയിട്ട് ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ് അവിടെ അവസാനിക്കുകയാണ്. 9 സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞത്. ആ സ്റ്റെപ്പുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. എന്തൊക്കെയായിരുന്നു? ഒന്ന് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ, ഇഷ്യൂ ഓഫ് ചാർജ് ഷീറ്റ്. തേർഡ് വൺ എന്തായിരുന്നു? കൺസിഡറേഷൻ ഓഫ് ദ എക്സ്പ്ലനേഷൻ. പിന്നെ നോട്ടീസ് ഓഫ് എൻക്വയറി. പിന്നെന്തായിരുന്നു? സസ്പെൻഷൻ വിത്ത് ഓർ വിത്തൗട്ട് പേ. Then conduct of domestic inquiry. Then recordings of findings by inquiry officer. Awarding of punishment. Communication of punishment. Clear ആണല്ലോ? ഇത്രയും താങ്കൾ ഓക്കെ അല്ലേ എല്ലാവർക്കും? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനായിട്ടുള്ളത് ഗൈഡ് ലൈൻസ് ആണ് കേട്ടോ. അതായത് ഗൈഡ് ലൈൻസ് ഫോർ ഡിസിപ്ലിനറി പ്രൊസീജിയർ. അതായത് ഈ ഒരു അച്ചടക്ക നടപടിക്രമങ്ങൾക്കായിട്ട് ഫോളോ ചെയ്യാവുന്ന മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? അതായത് നമുക്ക് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ, വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ ഡിസിപ്ലിനറി പ്രൊസീജിയർ നമുക്ക് നടപ്പിലാക്കണം. അതിനു വേണ്ടിയിട്ട് ഫോളോ ചെയ്യാവുന്ന മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്താലാണ് നമുക്ക് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഡിസിപ്ലിനറി പ്രൊസീജിയർ നടപ്പിലാക്കാനായിട്ട് കഴിയുന്നത്? അതാണ് ഇനി നമ്മൾ പറയുന്നത് കേട്ടോ. നോക്കാം. ഗൈഡ് ലൈൻസ് ദാറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ് ടു മെയിൻറ്റെയിൻ എ പ്രോപ്പർ ഡിസിപ്ലിനറി പ്രൊസീജിയർ ആർ എസ് ഫോളോസ്. കണ്ടോ? ഒരു പ്രോപ്പർ ആയിട്ടുള്ള, ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിനറി പ്രൊസീജിയർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്തൊക്കെ ഗൈഡ് ലൈൻസ്, എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് അവിടെ പാലിക്കേണ്ടത്? ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഫോളോ ചെയ്യണം? അതിനകത്ത് 7 പോയിന്റുകളാണ് പറയുന്നത്. എന്തൊക്കെയാണ് പോയിന്റുകൾ? ഫസ്റ്റ് വൺ, പ്രോംപ്റ്റ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ. പ്രോംപ്റ്റ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ, അതായത് ഉടനടി തന്നെ നടപടികൾ എടുക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഓഫ് ദ മിസ്കണ്ടക്ട്. അതായത് ആ ഒരു മിസ്കണ്ടക്റ്റിനെ സംബന്ധിക്കുന്ന
പ്രോപ്പർ ഡോക്യുമെന്റേഷൻ, ഒരു രേഖപ്പെടുത്തല് അല്ലെ, ഒരു ഡോക്യുമെന്റേഷൻ അവിടെ ഉണ്ടായിരിക്കണം. ആ എംപ്ലോയി ചെയ്തിട്ടുള്ള മിസ്കണ്ടക്ട് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ഇൻഡിസിപ്ലിൻ ആക്ട് എന്താണ്, അത് കൃത്യമായിട്ട് അവിടെ ഡോക്യുമെന്റ് ചെയ്തിരിക്കണം, രേഖപ്പെടുത്തിയിരിക്കണം. മൂന്നാമത്തെ കാര്യം എന്താണ്, സൂപ്പർവൈസേഴ്സ് ഷുഡ് ബി ട്രെയിൻഡ്. ഇതിന് മേൽനോട്ടം വഹിക്കുന്ന സൂപ്പർവൈസേഴ്സിന് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുത്തിരിക്കണം അല്ലെ. നമ്മൾ ശരിയായ രീതിയിൽ ആക്ഷൻസും മറ്റും എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട്, എടുക്കാനും അതുപോലെ തന്നെ അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാനും ഒക്കെ ആയിട്ട് സൂപ്പർവൈസേഴ്സിന് എന്ത് കൊടുത്തിരിക്കണം, ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുത്തിരിക്കണം. പിന്നെന്താണ്, ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി ഫെയർ അല്ലെ. എടുക്കുന്ന അച്ചടക്ക നടപടികളെല്ലാം തന്നെ എന്തായിരിക്കണം, ഫെയർ ആയിട്ടുള്ള രീതിയിലായിരിക്കണം, വളരെ നീതിയുക്തമായിട്ടുള്ള നീതിപരമായ രീതിയിലായിരിക്കണം ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കേണ്ടത്. പിന്നെന്താണ്, ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ഇൻ പ്രൈവറ്റ്. വളരെ എന്താണ്, കോൺഫിഡൻഷ്യൽ ആയിട്ട് വളരെ സുതാര്യമായിട്ടുള്ള രീതിയിലായിരിക്കണം അച്ചടക്ക നടപടികൾ എടുക്കേണ്ടത്. പിന്നെന്താണ്, പ്രൊസീജിയർ ഷുഡ് ബി വെൽ ഡിഫൈൻഡ് ആൻഡ് പീരിയോഡിക്കലി റിവ്യൂഡ്. നമ്മൾ എടുക്കുന്ന ഈ പറയുന്ന ഇൻഡിസിപ്ലിനറി അച്ചടക്ക നടപടിക്രമങ്ങൾ വ്യക്തമായിരിക്കണം. അതെന്താണ്, പീരിയോഡിക് ആയിട്ട് കാലാനുസൃതമായിട്ട് അത് അവലോകനം ചെയ്തിരിക്കണം. പിന്നെ ഏറ്റവും ഒടുവിൽ വരുന്നത് കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് ഷുഡ് ബി ഫോളോഡ്. ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു സമീപനമാണ് അവിടെ ഫോളോ ചെയ്യേണ്ടത്. എന്താണെന്ന് നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഒരു നല്ല ഡിസിപ്ലിനറി പ്രൊസീജിയർ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യാവുന്ന ഗൈഡ് ലൈൻസ് ആണ് ഈ പറഞ്ഞത് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം, പ്രോംപ്റ്റ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ. ഉടനടി തന്നെ നടപടികൾ എടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. If there is any kind of violation or misconduct against the rules and regulations by an employee, timely action must be taken against that employee. മനസ്സിലായല്ലോ? അതായത് ആ ഒരു ഓർഗനൈസേഷനിലെ ഏതെങ്കിലും എംപ്ലോയീസ് എന്തെങ്കിലും മിസ്കണ്ടക്റ്റോ ഇൻഡിസിപ്ലിനോ അല്ലെ, അവരുടെ അവിടുത്തെ എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് അവർ വയലേറ്റ് ചെയ്യോ മിസ്കണ്ടക്ട് ചെയ്യോ ചെയ്ത് കഴിഞ്ഞാൽ ഏത് തരത്തിലായിക്കോട്ടെ ഉടനടി തന്നെ, അതായത് സമയബന്ധിതമായിട്ട് തന്നെ ആ ഒരു എംപ്ലോയിക്കെതിരെ നടപടി എടുത്തിരിക്കണം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരിക്കലും ടൈം ലാഗ് വരുത്താൻ പാടില്ല. അവരെന്തെങ്കിലും മിസ്കണ്ടക്ട് ചെയ്തു, ഇൻഡിസിപ്ലിൻ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. എന്ത് ചെയ്യാം, എത്രയും പെട്ടെന്ന് തന്നെ സമയബന്ധിതമായിട്ട് തന്നെ, അധികം സമയം വൈകിക്കാതെ അതായത് സമയബന്ധിതമായിട്ട് ആ ഒരു എംപ്ലോയിക്കെതിരെ എന്തെടുക്കുക, നടപടികൾ എടുക്കുക. അപ്രോപ്രിയേറ്റ് എൻക്വയറീസ് ഷുഡ് ബി ഡൺ ആൻഡ് പെനാൽറ്റി ഷുഡ് ബി ഇമ്പോസ്ഡ് ഓൺ ദ കൾപ്രിറ്റ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എൻക്വയറീസ് നടത്താം, ആവശ്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്താം. അതുപോലെ അവർ ചെയ്തതിന്, ആ കുറ്റത്തിന് അവർക്ക് പിഴ ചുമത്താവുന്നതാണ്, അവർക്കെതിരെ പിഴ ചുമത്താവുന്നതാണ്. ആ രീതിയിൽ എത്രയും പെട്ടെന്ന് എന്തെടുക്കാം, ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ദിസ് സ്റ്റെപ്പ് വിൽ ഷുവർലി അവോയ്ഡ് എനി കൈൻഡ് ഓഫ് വയലേഷൻസ് ബൈ അതർ എംപ്ലോയീസ് എനി ഫർദർ. അപ്പൊ ഈ ഒരു സ്റ്റെപ്പിലൂടെ നമുക്ക് മറ്റേതെങ്കിലും എംപ്ലോയീസ് ഏതെങ്കിലും തരത്തില് മിസ്കണ്ടക്ട് ചെയ്യുന്ന സാഹചര്യങ്ങളെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. കാര്യം ഇവർക്കെതിരെ എടുക്കുന്ന ആക്ഷൻസ് മറ്റുള്ള എംപ്ലോയീസും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ആ ഒരു സ്റ്റെപ്പിലൂടെ നമുക്ക് മറ്റേതെങ്കിലും എംപ്ലോയീസ് ഈ രീതിയിലുള്ള മിസ്കണ്ടക്ടുകൾ അല്ലെങ്കിൽ വയലേഷൻസ് ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. പ്രോംപ്റ്റ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ. ഉടനടി തന്നെ ആക്ഷൻ എടുക്കുക. അവിടെ നമ്മളൊരു സമയം നോക്കേണ്ട കാര്യമില്ല. എത്രയും പെട്ടെന്ന് അവർക്കെതിരെ ആക്ഷൻ എടുക്കുക. അനുയോജ്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തി അവർക്കെതിരെ പിഴ ചുമത്താവുന്നതാണ് കേട്ടോ. ഏത് രീതിയിലാന്ന് വെച്ചാൽ പെട്ടെന്ന് ആക്ഷൻ എടുക്കുക. രണ്ടാമത് പറയുന്നത് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഓഫ് ദ മിസ്കണ്ടക്ട്. ചെയ്തിട്ടുള്ള മിസ്കണ്ടക്റ്റിനെ പ്രോപ്പർ ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യാം, രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ടാണ്, എവിഡൻസ് ആയിട്ടാണ്, തെളിവിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഇൻ കേസ് എനി നെഗറ്റീവ് കോൺസിക്വൻസസ് arise after taking disciplinary action, management must have some written evidence against the misconduct done by the employee. ഇപ്പൊ നമ്മളൊരു എംപ്ലോയി വയലേഷൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരെ നമ്മൾ എന്ത് ചെയ്യും, അച്ചടക്ക നടപടികൾ എടുക്കും. ഈ അച്ചടക്ക നടപടികൾ എടുത്തതിന് ശേഷം എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടായി കഴിഞ്ഞാല്, ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചു, ഇപ്പൊ എംപ്ലോയി എന്തെങ്കിലും കടുക്കുകയോ ചെയ്യോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവര് എന്തെങ്കിലും ആക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല്, അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് കോൺസിക്വൻസസ് ഉണ്ടായി കഴിഞ്ഞാല് മാനേജ്മെന്റ് എന്ത് ചെയ്തിരിക്കണം, ആ എംപ്ലോയി ചെയ്ത മിസ്കണ്ടക്റ്റിനെതിരായിട്ട് ഒരു രേഖാമൂലമുള്ളൊരു തെളിവ് എപ്പോഴും ആരുടെ ഭാഗത്ത് ഉണ്ടായിരിക്കണം, മാനേജ്മെന്റിന്റെ കൈവശം ഉണ്ടായിരിക്കണം.
കാര്യം എന്തെങ്കിലും നെഗറ്റീവ് കോൺസിക്വൻസസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് മാനേജ്മെന്റിനെ ബാധിക്കും, മാനേജ്മെന്റിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടും. അപ്പൊ അവിടെ എന്ത് ചെയ്യണം, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മാനേജ്മെന്റ് എന്ത് ചെയ്തിരിക്കണം, ആ എംപ്ലോയി ചെയ്ത മിസ്കണ്ടക്റ്റിനെതിരായിട്ടുള്ള ഒരു രേഖാമൂലമുള്ള ഒരു തെളിവ്, എന്ത് മിസ്കണ്ടക്ട് ആണ് അവർ ചെയ്തത് എന്നുള്ളത് രേഖാമൂലമുള്ള ഒരു തെളിവ് ആരുടെ പക്കലുണ്ടായിരിക്കണം, നമ്മുടെ മാനേജ്മെന്റിന്റെ കൈവശം ഉണ്ടായിരിക്കണം, അല്ലെ? ഇതാണ് അവിടെ പറയുന്നത് കേട്ടോ. The authority must have proper documents of misconduct as evidence. അതുകൊണ്ട് അതോറിറ്റിയുടെ ഭാഗത്ത് അധികാരികളുടെ കൈവശം ആ ഒരു മിസ്കണ്ടക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റ്സുകളും എവിഡൻസ് ആയിട്ട് അവര് സൂക്ഷിച്ചിരിക്കണം. അതാണ് അവിടെ നമ്മൾ പറയുന്ന പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഓഫ് മിസ്കണ്ടക്ട് കേട്ടോ. മിസ്കണ്ടക്റ്റിന്റെ ശരിയായ ഒരു ഡോക്യുമെന്റ് അവിടെ ഉണ്ടായിരിക്കണം. വെറുതെ ആക്ഷൻ എടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് എന്ത് മിസ്കണ്ടക്ട് ചെയ്തു, അതിനെതിരെ എന്ത് ആക്ഷൻ എടുത്തു എന്നത് രേഖാമൂലം തെളിവുകളായിട്ട് അവിടെ സൂക്ഷിച്ചിരിക്കണം. ഓക്കെ, അടുത്തത് കേട്ടോ. മൂന്നാമത്തെ എന്താണ്, സൂപ്പർവൈസേഴ്സ് ഷുഡ് ബി ട്രെയിൻഡ്. സൂപ്പർവൈസേഴ്സിന് എന്ത് കൊടുത്തിരിക്കണം, പരിശീലനങ്ങൾ കൊടുത്തിരിക്കണം. നോക്കുക, വെൽ ക്വാളിഫൈഡ് ആൻഡ് വെൽ ട്രെയിൻഡ് ഓഫീസേഴ്സ് should be given the responsibility of maintaining discipline in the organization. അല്ലെ, ഒരു ഓർഗനൈസേഷനിൽ ഈ പറയുന്ന ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അത് വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഓഫീസേഴ്സിനാണ് നമ്മൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സൂപ്പർവൈസേഴ്സ് ഷുഡ് ബി വെരി ക്ലിയർ അബൌട്ട് വെൻ ആൻഡ് ഹൗ ടു യൂസ് ദ ഡിസിപ്ലിൻ പോളിസി, അല്ലെ? അതുകൊണ്ട് ഈ ഡിസിപ്ലിൻ പോളിസികള്, അച്ചടക്ക നയങ്ങളെ എവിടെ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ പറ്റിയിട്ട് സൂപ്പർവൈസേഴ്സിന് വ്യക്തമായിട്ടുള്ള ഒരു അറിവ്, ഒരു ധാരണ അവർക്ക് ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ അതിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്, അബ്രപ്റ്റ് ആക്ഷൻസ് ഷുഡ് ബി അവോയ്ഡഡ് ആസ് ഇറ്റ് മേ ബി ഡാമേജിങ് ഫോർ ദ ഓർഗനൈസേഷൻ. അബ്രപ്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഉടനടി തന്നെ നമ്മൾ ആക്ഷൻ എടുക്കരുത്. അതായത് പെട്ടെന്ന് തന്നെ നമുക്കൊരു ഇൻഡിസിപ്ലിൻ ഉണ്ടായി ഒന്നും അന്വേഷിക്കാതെ പെട്ടെന്ന് തന്നെ നമ്മളൊരു അബ്രപ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാനായിട്ട് പാടില്ല. അത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് ഒരു ഓർഗനൈസേഷനെ ചിലപ്പോൾ ദോഷകരമായിട്ട് ബാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താണ്, സൂപ്പർവൈസേഴ്സ് ആണ് ഈ അച്ചടക്കം കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്തം സൂപ്പർവൈസേഴ്സിനാണ്. അതുകൊണ്ട് തന്നെ അച്ചടക്ക നയങ്ങൾ എവിടെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു അറിവുണ്ടായിരിക്കണം, ധാരണ ഉണ്ടായിരിക്കണം. അതിനു വേണ്ട പരിശീലനങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു കാരണവശാലും നമ്മൾ ഒരു അന്വേഷണവും നടത്താതെ പെട്ടെന്ന് ഒരു ആക്ഷൻ നമ്മൾ എടുക്കാനായിട്ട് പാടില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് ഓർഗനൈസേഷന്റെ എന്തിന് കാരണമാകും, ദോഷകരമായിട്ട് ബാധിക്കും. ക്ലിയർ ആണല്ലോ? നാലാമത്തെ പോയിന്റ് എന്താണ്, ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി ഫെയർ ആയിരിക്കണം. അച്ചടക്ക നടപടികൾ എപ്പോഴും വളരെ ഫെയർ ആയിട്ടുള്ള രീതിയിലായിരിക്കണം എടുക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നീതിയുക്തമായിട്ട്, നീതിപരമായിട്ട് എടുക്കണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡിസിപ്ലിനറി ആക്ഷൻ ടേക്കൺ ബൈ ദ മാനേജ്മെന്റ് ഷുഡ് ബി ഫെയർ ആൻഡ് ഇംപാർഷ്യൽ. അതായത് മാനേജ്മെന്റ് എടുക്കുന്ന അച്ചടക്ക നടപടികൾ എന്ന് പറയുന്നത് അത് വളരെ നീതിപരമായിരിക്കണം, ഇംപാർഷ്യൽ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്, നിഷ്പക്ഷമായിരിക്കണം. ഒരിക്കലും ഒരു പക്ഷപാതപരമായ രീതിയിൽ എന്തെടുക്കാൻ പാടില്ല, ആക്ഷൻ എടുക്കാനായിട്ട് പാടില്ല. ചില ആളുകൾക്ക് ഫേവറബിൾ ആയിട്ട് മറ്റു ചിലർക്ക് ഒന്നും ഫേവറബിൾ അല്ലാത്ത രീതിയിൽ അങ്ങനെ എടുക്കാൻ പാടില്ല. അവിടെ നമ്മളൊരാളെ നോക്കേണ്ട കാര്യമില്ല. എടുക്കുന്ന ആക്ഷൻസ് എപ്പോഴും നീതിപരമായിരിക്കണം, നിഷ്പക്ഷമായിരിക്കണം. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് മാറ്റർ whether the violation is small or big, committed by a higher level employee or by a lower level employee. The punishment should be given at least one chance to clear his conduct. അവിടെ നമ്മൾ എടുക്കുന്ന ഈ പറയുന്ന വയലേഷൻ എന്ന് പറഞ്ഞത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, ഇനി അത് ചെയ്യുന്നത് ഒരു ഉയർന്ന തലത്തിലുള്ള ഉദ്യോഗസ്ഥനോ താഴ്ന്ന ലെവലിലുള്ള ഉദ്യോഗസ്ഥനോ ആയിക്കോട്ടെ, അതൊന്നും അവിടെ നമ്മൾ പരിഗണിക്കേണ്ട കാര്യമില്ല. അവർക്ക് അവരുടെ വ്യൂ പോയിന്റ് ക്ലിയർ ചെയ്യാനുള്ള ഒരേ ഒരു ചാൻസ് കൊടുക്കുക. അതിനുശേഷം അവർക്കെതിരെ എന്ത് കൊടുക്കാം, പനിഷ്മെന്റ് കൊടുക്കാനുള്ളതാണ്. നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ വ്യൂ പോയിന്റ്, അവരുടെ പോയിന്റ് ക്ലിയർ ചെയ്യാനുള്ള അറ്റ്ലീസ്റ്റ് ഒരു ചാൻസ് എങ്കിലും നമ്മൾ അവർക്ക് കൊടുക്കണം, അല്ലെ? അത് കൊടുത്തതിന് ശേഷം അവർക്കെതിരെ എന്തെടുക്കാം, നടപടികൾ എടുക്കാം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. വളരെ നീതിപരമായിട്ടായിരിക്കണം എന്തെടുക്കേണ്ടത്, ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കേണ്ടത്. അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്, ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ഇൻ പ്രൈവറ്റ്. അതായത് നമ്മൾ അച്ചടക്ക നടപടികൾ വളരെ എന്താണ്, സ്വകാര്യമായിട്ട്, വളരെ എന്താ പറയാ, സ്വകാര്യമായിട്ടുള്ള രീതിയിൽ അച്ചടക്ക നടപടികൾ എടുക്കാന്നുള്ളതാണ് അടുത്തൊരു കാര്യം. അതായത് though discipline is an important aspect of the organization, rather than punishing an undisciplined employee or making fun of him in front of his colleagues, it is much better to rectify his erroneous behavior
and taking appropriate steps. നമുക്കറിയാം ഒരു ഓർഗനൈസേഷന്റെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ നമ്മൾ ഈ ഒരു എന്താണ് മറ്റുള്ള ആളുകളുടെ അൺഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയിനെ, അച്ചടക്കം പാലിക്കാത്ത എംപ്ലോയിനെ നമ്മൾ ശിക്ഷിക്കുന്നതിന് പകരം അല്ലെങ്കിൽ മറ്റുള്ള കൊളീഗ്സിന്റെ മുമ്പിൽ വെച്ച് അവരെ എന്താണ് പരിഹസിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നല്ല അതായത് ശരിയായ ആക്ഷൻസ്, ശരിയായ അപ്രോപ്രിയേറ്റ് സ്റ്റെപ്സുകൾ എടുത്തിട്ട് നമ്മൾ അവരുടെ തെറ്റുകൾ തിരുത്തുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ശരിയല്ലേ? നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യണ്ട, അവര് ശിക്ഷിക്കുന്ന കാര്യം മറ്റുള്ളവരുടെ മുമ്പിൽ പരസ്യപ്പെടുത്തേണ്ട കാര്യമില്ല, അല്ലെ? മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ അത് ചെയ്യേണ്ട കാര്യമില്ല. പകരം എന്താണ്, അപ്രോപ്രിയേറ്റ് സ്റ്റെപ്സുകൾ എടുത്ത് അവരുടെ തെറ്റുകൾ തിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു മാർഗം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രൈവറ്റ് ആയിട്ടുള്ള രീതിയിൽ എന്തെടുക്കാം, ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കാം. ഒരിക്കലും അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു എന്താ പറയാ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് അവരെ പരിഹസിച്ചുകൊണ്ടല്ല അവിടെ നമ്മൾ എടുക്കേണ്ടത്. വളരെ സ്വകാര്യമായിട്ട് എടുക്കുക, അവരെ നല്ല രീതിയിൽ അവരുടെ തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കാനുള്ളത്. ഓക്കെ, അടുത്തത് നോക്കിയേ, ആറാമത്തെ, പ്രൊസീജിയർ ഷുഡ് ബി വെൽ ഡിഫൈൻഡ് ആൻഡ് പീരിയോഡിക്കലി റിവ്യൂഡ്. നമ്മൾ എടുക്കുന്ന ആ ഒരു ഡിസിപ്ലിനറി പ്രൊസീജിയർ എന്ന് പറയുന്നത് അത് വളരെ വ്യക്തമായിരിക്കണം, വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അതിൽ യാതൊരുവിധ കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ ഉണ്ടാകാനായിട്ട് പാടില്ല, ആർക്കും ഉണ്ടാവാൻ പാടില്ല. അത് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ പീരിയോഡിക്കലി റിവ്യൂഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കാലാനുസൃതമായിട്ട് നമ്മളത് അവലോകനം ചെയ്യണം. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? The rules and regulations introduced by the organization for maintaining discipline should be carefully laid down. അതായത് നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ അച്ചടക്കം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന റൂൾസും റെഗുലേഷൻസും അത് വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധാപൂർവമാണ് നമ്മളത് നടപ്പിലാക്കേണ്ടത്. അതിലൊരു തലത്തിലും എന്ത് വരാൻ പാടില്ല, തെറ്റുകൾ വരാനായിട്ട് പാടില്ല. They should be very clear to all individuals working in the organization. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഇൻഡിവിജ്വൽസിനും ഈ പറയുന്ന റൂൾസും റെഗുലേഷൻസും ഒക്കെ എന്തായിരിക്കണം, വ്യക്തമായിരിക്കണം. അവർക്കത് ക്ലിയർ കട്ട് ആയിട്ട് മനസ്സിലായിരിക്കണം. ഓക്കെ, അപ്പാർട്ട് ഫ്രം ദാറ്റ്, വിത്ത് ദി ചേഞ്ചിങ് റിക്വയർമെന്റ്സ് ആൻഡ് ടൈം, ദ പോളിസീസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ദ കമ്പനി ഷുഡ് ബി റിവൈസ്ഡ് ആൻഡ് അപ്ഡേറ്റഡ്. അപ്പൊ നമുക്കറിയാം ഓരോ കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ച് കാലാകാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യകതകള്, അതുപോലെ ഒരു കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമ്മൾ ഈ പറയുന്ന പോളിസികളിലും പ്രൊസീജിയറുകളിലും റൂൾസിലും റെഗുലേഷൻസിലും ഒക്കെ എന്ത് ചെയ്തിരിക്കണം, റിവിഷൻ ചെയ്യണം, അല്ലെ? അതിന് നമ്മളൊന്ന് പരിഷ്കരിക്കണം, അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യണം. എല്ലാ കാലത്തും പോളിസികളും പ്രൊസീജിയറുകളും ഒരുപോലെ എല്ലാം പിന്തുടരുന്നത്, അല്ലെ? അപ്ഡേറ്റഡ് ആയിട്ട് പോകും. ഓരോ കാലഘട്ടങ്ങൾ മാറുമ്പോൾ അതിനനുസരിച്ചുള്ള ആവശ്യകതകൾ മാറും, ടൈം മാറുന്നതിനനുസരിച്ച് അതിൻ്റെതായ മാറ്റങ്ങൾ വരും. അപ്പൊ അതിനനുസരിച്ച് ഈ പറയുന്ന റൂൾസിലായാലും റെഗുലേഷൻസിലായാലും മറ്റ് എന്താ പറയാ പ്രൊസീജിയറുകളിലായി കഴിഞ്ഞാലും എന്ത് ചെയ്യണം, പരിഷ്കാരം നടത്തണം, പരിഷ്കരിക്കണം, അതുപോലെ തന്നെ അത് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. പ്രൊസീജിയർ ഷുഡ് ബി വെൽ ഡിഫൈൻഡ് ആൻഡ് പീരിയോഡിക്കലി റിവ്യൂഡ്. ലാസ്റ്റ് എന്താണ്, കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് ഷുഡ് ബി ഫോളോഡ് കേട്ടോ. കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് ഷുഡ് ബി ഫോളോഡ്. ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു സമീപനമാണ് അവിടെ ഫോളോ ചെയ്യേണ്ടത്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് നോക്കി, അതായത് ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി കൺസ്ട്രക്റ്റീവ്. നമ്മൾ എടുക്കുന്ന അച്ചടക്ക നടപടികൾ എപ്പോഴും കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം. അതായത് ഇറ്റ് ഷുഡ് ഫോക്കസ് ഓൺ അവോയ്ഡിങ് ദ വയലേഷൻസ് റാദർ ദാൻ ഇമ്പോസിംഗ് പെനാൽറ്റീസ്. അതായത് നമ്മൾ ശിക്ഷയിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരമായിട്ട് അതായത് ലംഘനങ്ങൾ ഒഴിവാക്കുന്നതിനാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. നമ്മൾ ഒരാളെ ശിക്ഷിക്കുന്നതിനല്ല അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. അയാളെ ശിക്ഷിച്ച് അയാൾക്ക് ഒരു നല്ലൊരു പെനാൾട്ടി അല്ലെങ്കിൽ അയാളെ ഒന്ന് വിഷമിപ്പിക്കുക, ആ ഒരു കാര്യമല്ല അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ശിക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം തെറ്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന വയലേഷൻസ്, ലംഘനങ്ങൾ തടയുന്നതിലേക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് പറയുന്നത് കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മള് ശരിക്കും പറഞ്ഞൊരു ഒരാളെ ഡിസ്ട്രക്ട് ചെയ്യാനല്ല ശ്രമിക്കുന്നത്, നശിപ്പിക്കാനല്ല. ഇപ്പൊ നമ്മൾ അയാളെ എങ്ങനെ അയാളെ എത്രത്തോളം ശിക്ഷ വാങ്ങിക്കൊടുത്ത് അയാൾക്ക് മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കാവുന്നോ അങ്ങനെ ഒരു ഡിസ്ട്രക്റ്റീവ് അപ്രോച്ച് അല്ല നമ്മൾ എടുക്കുന്നത്. നമ്മുടെ അപ്രോച്ച് എന്താണ്, ലംഘനങ്ങൾ ഒഴിവാക്കാം, ലംഘനങ്ങൾ ഒഴിവാക്കി അവരൊരു പുതിയൊരു തലത്തിലേക്ക് ബിൽഡപ്പ് ചെയ്തെടുക്കുക, കൺസ്ട്രക്ട് ചെയ്തെടുക്കുക, പുതിയ ഒരാളായിട്ട് അവരെ കൺസ്ട്രക്ട് ചെയ്തെടുക്കുക എന്നുള്ള ആ ഒരു അപ്രോച്ചാണ് അവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് ഷുഡ് ബി ഫോളോ. ക്ലിയർ ആയോ പോയിന്റുകളൊക്കെ? ഓക്കെ ആണോ?
അപ്പൊ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ് നടപ്പിലാക്കാനായിട്ട് നമുക്ക് ഫോളോ ചെയ്യാവുന്ന ഗൈഡ് ലൈൻസ് ആണ് പറഞ്ഞത്. ക്ലിയർ ആണോ? ഓക്കെ ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, പോയിന്റുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ ആണ് കേട്ടോ. ഡിസിപ്ലിന്റെ പ്രാധാന്യത്തിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. ഒരു ഓർഗനൈസേഷനിൽ ഡിസിപ്ലിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. നോക്കുക, ഡിസിപ്ലിൻ പ്ലേസ് എ വൈറ്റൽ റോൾ ഫോർ ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് എൻ ഓർഗനൈസേഷൻ. അല്ലെ, ഒരു ഓർഗനൈസേഷനെ വളരെ പ്രോപ്പർ ആയിട്ട് അല്ലെ മുന്നോട്ട് പോകണമെങ്കിൽ, പ്രവർത്തിക്കണമെങ്കിൽ ഡിസിപ്ലിന് ഒരു പ്രധാനപ്പെട്ട ഒരു പങ്ക് അതിനകത്തുണ്ട് അല്ലെ. ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ബിലോ. അതിന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവിടെ നമുക്കൊരു 4 പോയിന്റുകളാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് എന്താണ്? ഇംപ്രൂവ്സ് എംപ്ലോയീസ് ബിഹേവിയർ അല്ലെ. അതായത് എന്താണ്? എംപ്ലോയിയുടെ പെരുമാറ്റം നമുക്ക് കുറെ കൂടെ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. രണ്ടാമത് എന്താണ്? പ്രൊവൈഡ് സെക്യൂരിറ്റി ടു എംപ്ലോയീസ് അല്ലെ. എംപ്ലോയീസിന് നമ്മളൊരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യും അല്ലെ, ഒരു സുരക്ഷിതത്വം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? ഇംപ്രൂവ്സ് പെർഫോമൻസ് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. നാലാമത്തത് എന്താണ്? ഇൻക്രീസസ് ഓർഗനൈസേഷൻസ് പ്രോഫിറ്റ്. ഓർഗനൈസേഷന്റെ ലാഭം വർദ്ധിപ്പിക്കുന്നു കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു അച്ചടക്കം, ഒരു ഡിസിപ്ലിൻ പാലിക്കുന്നതിലൂടെ ഒരു ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇംപ്രൂവ്സ് എംപ്ലോയി ബിഹേവിയർ അല്ലെ. എംപ്ലോയിയുടെ പെരുമാറ്റം നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. Rules and regulations of a particular organization help in checking the behavior of the employees and correcting from time to time. ശരിയാണ് അല്ലെ. നമ്മളൊരു ഓർഗനൈസേഷനിലെ റൂൾസും അതുപോലെ തന്നെ റെഗുലേഷൻസ് എന്ന് പറഞ്ഞാല് അവിടുത്തെ എംപ്ലോയീസിന്റെ പെരുമാറ്റങ്ങള് ചെക്ക് ചെയ്യാനും അതുപോലെ അവർ തിരുത്താനും ഒക്കെ എന്ത് സഹായിക്കുന്നുണ്ട്? ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ശരിയാണല്ലോ. അവരുടെ പെരുമാറ്റത്തിന് നല്ലൊരു ഡിസൈറബിൾ രീതിയിലോട്ട് മോൾഡ് ചെയ്തെടുക്കാനായിട്ട് ഒരു സ്ഥാപനത്തിൽ നമ്മൾ നടപ്പിലാക്കുന്ന റൂൾസും റെഗുലേഷൻസും ഒക്കെ സഹായിക്കുന്നുണ്ട് അല്ലെ. സോ rather than penalizing the employees, a code of conduct can keep them in discipline. അപ്പൊ നമ്മൾ എംപ്ലോയീസിനെ ശിക്ഷിക്കുന്നതിന് പകരമായിട്ട് നമ്മളൊരു ശിക്ഷിച്ച് അവരെ നിർബന്ധപൂർവ്വ അച്ചടക്കം നടപ്പിലാക്കുന്നതിന് പകരം എന്താണ് നല്ലത്? കോഡ് ഓഫ് കണ്ടക്ട് ക്യാൻ കീപ് ദം ഇൻ ഡിസിപ്ലിൻ. ഒരു നല്ലൊരു പെരുമാറ്റച്ചട്ടം അവിടെ നടപ്പിലാക്കുക അല്ലെ. നല്ലൊരു കോഡ് ഓഫ് കണ്ടക്ട് അവിടെ നടപ്പിലാക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഡിസിപ്ലിൻ പല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ അവരെ ഒരു പനിഷ്മെന്റ് കൊടുത്ത് അവരിലേതാണെങ്കിൽ ഡിസിപ്ലിൻ നമുക്ക് ഇമ്പോസ് ചെയ്യാം. അതിനേക്കാളും നല്ലത് എന്താണ്? നല്ലൊരു കോഡ് ഓഫ് കണ്ടക്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. എന്നിട്ട് അവിടെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു രീതി. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എംപ്ലോയീസിന്റെ ബിഹേവിയറിനെ കുറെ കൂടെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും, മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തെന്താണ്? പ്രൊവൈഡ്സ് സെക്യൂരിറ്റി ടു എംപ്ലോയീസ്. എംപ്ലോയീസിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. എങ്ങനെയാണ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്? നോക്കിയേ, every individual working in an organization has a different nature and behaves accordingly. Bad behavior or misconduct of certain employees affects his fellow workers too. ശരിയല്ലേ? അതായത് നമുക്കറിയാം എല്ലാവർക്കും ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണ്. പല ആളുകൾ പല രീതിയിലാണ് അല്ലെ. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഓരോ ഇൻഡിവിജ്വൽ എടുത്തു കഴിഞ്ഞാലും അവർക്ക് എല്ലാവർക്കും വ്യത്യസ്ത നേച്ചർ ആയിരിക്കും. അതിനനുസരിച്ചിട്ടായിരിക്കും അവർ ബിഹേവ് ചെയ്യുന്നതായിരിക്കാം. അപ്പോ പലപ്പോഴും ചില ആളുകളുടെ, ചില എംപ്ലോയീസിന്റെ ബാഡ് ബിഹേവിയർ, മോശം പെരുമാറ്റം അല്ലെങ്കിൽ മിസ്കണ്ടക്ട് എന്ന് പറയുന്നത് അവരുടെ കോ വർക്കേഴ്സിനെയും എഫക്ട് ചെയ്യാറുണ്ട്. അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരെയും അത് വളരെ പ്രതികൂലമായിട്ട് എഫക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ this improper discipline policy can protect the high performance of the company from getting influenced by such undisciplined employees.
അതേസമയം നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു നല്ലൊരു എന്താണ് ഡിസിപ്ലിൻ പോളിസിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ അച്ചടക്കം പാലിക്കാത്ത ജീവനക്കാരുടെ സ്വാധീനത്തിൽ നിന്ന് അച്ചടക്കം പാലിക്കുന്നവരെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതായത് അതിനുവേണ്ടി നല്ലൊരു ഡിസിപ്ലിൻ പോളിസി അവിടെ നടപ്പിലാക്കണം. നല്ല ഡിസിപ്ലിൻ പോളിസിയിലൂടെ അച്ചടക്കം പാലിക്കാത്ത ജീവനക്കാരുടെ ആ ഒരു ഇൻഫ്ലുവൻസിൽ നിന്ന് നല്ല എംപ്ലോയീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് അവിടെ പറഞ്ഞത് പ്രൊവൈഡ് സെക്യൂരിറ്റി ടു എംപ്ലോയീസ്. കാര്യം ചില ജീവനക്കാരുടെ പെരുമാറ്റം സഹപ്രവർത്തകരെ പ്രതികൂലമായിട്ട് ബാധിക്കും, നല്ല ആളുകള് പ്രതികൂലമായിട്ട് ബാധിക്കും. അവരെന്ത് ചെയ്യണം? ഇവരിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നല്ലൊരു എന്താണ് ഡിസിപ്ലിൻ പോളിസി അവിടെ നടപ്പിലാക്കാം. ഓക്കെ, പിന്നെന്താന്ന് വെച്ചാൽ the discipline policy should clearly mention the consequences of the misconduct done by the certain employees. അപ്പോ നമ്മളൊരു ഡിസിപ്ലിൻ പോളിസി തയ്യാറാക്കുമ്പോൾ അതിനകത്ത് ആ ഒരു മിസ്കണ്ടക്ട്, ആ ഒരു എംപ്ലോയി ചെയ്തിട്ടുള്ള മിസ്കണ്ടക്റ്റിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയായിരുന്നു എന്ന് കൃത്യമായിട്ട് ആ ഒരു ഡിസിപ്ലിൻ പോളിസിക്കകത്ത് മെൻഷൻ ചെയ്തിരിക്കുകയാണ്. അത് ആളുകളിലേക്ക് അറിവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മിസ്കണ്ടക്ട് ചെയ്തതിന്റെ പേരിൽ ഇതിന്റെ കോൺസിക്വൻസസ് ഉണ്ടായി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആഫ്റ്റർ എഫക്റ്റുകൾ ഉണ്ടായി എന്ന് ആളുകൾക്ക് ബോധ്യം വരണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിസിപ്ലിൻ പോളിസി അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. അപ്പൊ എന്താണ്? ദിസ് പോളിസി ഇസ് എ വേ ഓഫ് പ്രൊവൈഡിങ് സെക്യൂരിറ്റി ടു അതർ ഡിസിപ്ലിനഡ് എംപ്ലോയീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പൊ ഈ ഒരു പോളിസി എന്ന് പറഞ്ഞാല് അത് ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന മറ്റ് എംപ്ലോയീസിനും നമ്മൾ എന്താണ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ഒരു മാർഗമാണ്, അല്ലെ? സെക്യൂരിറ്റി അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കുന്നതിന് തുല്യമാണ്, അതും പ്രത്യേകിച്ച് നല്ല എംപ്ലോയീസിന്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മൂന്നാമത്തെ കാര്യം എന്താണ്? ഇംപ്രൂവ്സ് പെർഫോമൻസ് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റുന്നു. ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. നോക്കാം, എ പ്രോപ്പർ ഡിസിപ്ലിൻ പോളിസി മേക്സ് എംപ്ലോയീസ് വർക്ക് ഇഫക്റ്റീവ്ലി. ഒരു നല്ല ഡിസിപ്ലിനറി പോളിസിയിലൂടെ നമുക്ക് എംപ്ലോയീസിനെ കുറെ കൂടി ഇഫക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവരെ കുറെ കൂടി എഫിഷ്യന്റ് ആക്കി, കുറെ കൂടി ഇഫക്റ്റീവ് ആയിട്ട് അവരെ വർക്ക് ചെയ്യാനായിട്ട് അതിനവരെ സഹായിക്കുന്നുണ്ട്. അതായത് if an organization has an appropriate employee discipline agenda, it can easily deal with the several problems created by employees. അതായത് ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ഡിസിപ്ലിൻ അജണ്ട ഉണ്ടെന്ന് വിചാരിക്കാം. എംപ്ലോയി ഡിസിപ്ലിൻ അജണ്ട നിലനിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ എംപ്ലോയീസ് ഉണ്ടാക്കുന്ന പല പ്രോബ്ലംസിനെയും എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് അവിടെ ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും, കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എംപ്ലോയീസ് ഉണ്ടാക്കുന്ന എന്തൊക്കെയായിരിക്കാം, എംപ്ലോയീസ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? സാധാരണഗതിയിൽ ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് ഉണ്ടാക്കുന്ന പ്രോബ്ലംസ് എന്തൊക്കെയായിരിക്കാം? ജസ്റ്റ് നോക്കി മനസ്സിലാക്കാം. ദീസ് പ്രോബ്ലംസ് മേ ഇൻക്ലൂഡ് disobedience of the law and order of the company. ഒന്നില്ലെങ്കിൽ കമ്പനിയുടെ ക്രമസമാധാന ലംഘനമായിരിക്കാം, അല്ലെങ്കിലോ നോൺ ഡിസൈറബിൾ പെർഫോമൻസ് ബൈ എംപ്ലോയീസ്, എംപ്ലോയീസിന്റെ ഒരു എന്താണ് ഡിസൈറബിൾ അല്ലാത്ത അവരുടെ പെർഫോമൻസ്, അതായത് ഒരു ശരിയായ രീതിയിൽ അവർ പെർഫോം ചെയ്യാതിരിക്കാം. അതുപോലെ ആബ്സെൻസ് ഓഫ് കോൺസെൻട്രേഷൻ, അതായത് ചെയ്യുന്ന കാര്യങ്ങളിൽ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുക. പിന്നെന്താണ്? നോൺ ഡെഡിക്കേഷൻ ടുവേഴ്സ് ദ ഡ്യൂട്ടീസ്, ചെയ്യുന്ന ഡ്യൂട്ടീസിൽ എന്താണ് ഒട്ടും ഡെഡിക്കേഷൻ ഇല്ലാതെ വരിക, അല്ലെ? അതുപോലെ തന്നെ വേസ്റ്റേജ് ഓഫ് ടൈം അറ്റ് ദ വർക്ക് പ്ലേസ്, ജോലി സ്ഥലത്ത് ഒരുപാട് സമയം വെറുതെ ദുരുപയോഗം ചെയ്യാൻ നഷ്ടപ്പെടുത്തുക. അപ്പൊ ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള എംപ്ലോയീസിന്റെ പല പ്രശ്നങ്ങളും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് എന്തിലൂടെ സാധിക്കും? ഒരു നല്ല എംപ്ലോയി ഡിസിപ്ലിൻ അജണ്ടയിലൂടെ സാധിക്കും. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് എംപ്ലോയിയുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് എന്താണ്? ഇൻക്രീസ് ദ ഓർഗനൈസേഷൻ പ്രോഫിറ്റ്. കേട്ടോ, ഓർഗനൈസേഷന്റെ ലാഭം വർദ്ധിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് ഒരു ഡിസിപ്ലിൻ, ഒരു ഓർഗനൈസേഷന്റെ ലാഭം എങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത്? ഇവിടെ നോക്കുക. ഇഫ് പ്രോപ്പർ ഡിസിപ്ലിൻ ഈസ് മെയിൻറ്റൈൻഡ് among the employees in an organization, automatically a friendly environment will push the employees to perform more efficiently. അതായത് ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന്റെ ഇടയിൽ നല്ലൊരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഫ്രണ്ട്ലി എൻവയോൺമെന്റ് ആയിരിക്കും ഉണ്ടായിരിക്കാം, അല്ലെ? ഒരു ഫ്രണ്ട്ലി എൻവയോൺമെന്റ് ഉണ്ടാവുമ്പോൾ തന്നെ അത് എംപ്ലോയീസിനെ കുറേയും കൂടി എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യും, അല്ലെ? നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു വർക്ക് എൻവയോൺമെന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വേറെ പ്രശ്നങ്ങളോ ലംഘനങ്ങളോ മിസ്കണ്ടക്ടോ മിസ്ബിഹേവിയറോ ഒന്നും ഉണ്ടാവില്ല. അവിടെ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. എംപ്ലോയീസ് എന്താണ് കുറേയും കൂടി എഫിഷ്യന്റ് ആയിട്ട് അവർക്ക് പെർഫോം ചെയ്യാനും സാധിക്കും. അപ്പോ once an effective input is given by employees, output in turn will be profitable to the organization.
എംപ്ലോയീസ് ഒരിക്കലും ഒരു വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് അവർ കൊടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഓർഗനൈസേഷന് ലാഭകരമാവുന്ന രീതിയിലായിരിക്കും അല്ലെ. ഒരു നല്ല എഫിഷ്യന്റ് ആയിട്ട് ഒരു എംപ്ലോയി വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഒരു പോസിറ്റീവ് റിസൾട്ട് ആണ് ഉണ്ടാവുക അല്ലെ. അതെന്തായിരിക്കും? അത് കമ്പനിക്ക് അനുകൂലമായിരിക്കും, കമ്പനിക്ക് അത് ലാഭകരമായിരിക്കും. So it is a very general philosophy that organizations with a proper employee discipline policy not only hold its employees for a longer period but also attract more young blood. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു നല്ലൊരു എംപ്ലോയി ഡിസിപ്ലിൻ പോളിസിയിലൂടെ നമുക്ക് എന്താണ് അവിടെയുള്ള ജീവനക്കാരെ കുറെ കാലം നിലനിർത്താൻ മാത്രമല്ല പുതിയ ആളുകളെ നമുക്ക് കുറെ കൂടെ അട്രാക്ട് ചെയ്ത് ഓർഗനൈസേഷന്റെ അംഗമാക്കാനും സാധിക്കുമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓർഗനൈസേഷന് ആ ഒരു പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് ഒരു ഡിസിപ്ലിന്റെ ഇമ്പോർട്ടൻസ്. ക്ലിയർ ആയല്ലോ? ഒന്ന്, എംപ്ലോയീസിന്റെ ബിഹേവിയർ മെച്ചപ്പെടുത്തുന്നു, അതുപോലെ എംപ്ലോയീസിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, അവരുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു, ഓർഗനൈസേഷന്റെ ലാഭവും എന്താണ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഡിസിപ്ലിൻ കൊണ്ട് സാധിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? ക്ലിയർ ആയോ പോയിന്റ്? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പോ ഇതോടുകൂടി നമ്മുടെ ഡിസിപ്ലിൻ ആ ഒരു ഭാഗവും അവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നമ്മൾ ഗ്രീവൻസ് മനസ്സിലാക്കി, പിന്നെ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ടോപ്പിക് ആണ് നമ്മൾ ഇത്രയും ദിവസങ്ങളിൽ നോക്കിയത്, അതും നമ്മുടെ കഴിയാണ്. ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലോട്ട് കടക്കാണ്, ഹെൽത്ത് ആണ് കേട്ടോ. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അറ്റ് വർക്ക് പ്ലേസ്. ഓക്കെ, ഇനി അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. മാനേജിങ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അറ്റ് വർക്ക് പ്ലേസ് കേട്ടോ. അതായത് ജോലി സ്ഥലത്ത് നമ്മൾ ഈ പറയുന്ന ഹെൽത്തും സേഫ്റ്റിയും മാനേജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി പഠിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എംപ്ലോയി ഹെൽത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഓക്കെ, എംപ്ലോയി ഹെൽത്ത് ആണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. എംപ്ലോയി ഹെൽത്ത് എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു സ്ഥാപനത്തിന്റെ ഹെൽത്തും കൂടെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. നോക്കാം, ഹെൽത്ത് ഈസ് എ കൺസ്ട്രക്റ്റീവ് ആൻഡ് ആക്റ്റീവ് കൺസെപ്റ്റ് and does not simply mean sickness. Sickness എന്നല്ല, ശരിക്കും absence of sickness എന്നാണ് കേട്ടോ. അതായത് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? വെറും അസുഖമില്ലായ്മ മാത്രമല്ല, രോഗം എന്നുള്ള അർത്ഥം, രോഗമില്ലായ്മ മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പോ ഹെൽത്തിന് ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മളൊരു HRM ആയതുകൊണ്ടും നമ്മളൊരു സ്ഥാപനത്തിന് ബേസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഹെൽത്തിന് പറയാനായിട്ട് അല്ലെ. സോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഓർഗനൈസേഷണൽ ഹെൽത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഓർഗനൈസേഷണൽ ഹെൽത്ത് അഥവാ ഇൻഡസ്ട്രിയൽ ഹെൽത്ത്, രണ്ടുപേരും പഠിച്ചു വെക്കുക കേട്ടോ. ഓർഗനൈസേഷണൽ ഹെൽത്ത് അഥവാ ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്നും പറയാം. ഓക്കെ, എന്താണ് ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ സിസ്റ്റം ഓഫ് പീപ്പിൾസ് ഫിറ്റ്നസ് ആൻഡ് എ ഡിഫെൻസീവ് റെമഡി ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു വാരിയസ് ഇൻഡസ്ട്രീസ്. അവിടെ വളരെ ആധികാരികമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണെന്ന് അറിയോ? അതായത് ഒരു ഓർഗനൈസേഷണൽ ഹെൽത്ത് അഥവാ ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ദ ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീയിങ് ഓഫ് ദ വർക്കേഴ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഓർ ഒക്യുപ്പേഷൻ. മനസ്സിലായോ? അതായത് ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഫിസിക്കലായിട്ട്, ശാരീരികവും മാനസികവും അതുപോലെ തന്നെ എന്താണ് സാമൂഹികമായിട്ടുള്ള അവരുടെ ആ ഒരു ക്ഷേമത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്ന് പറയുന്നത്.
ഒന്ന് ചിന്തിച്ചാൽ ശരിയാണ്. ഒരു ഓർഗനൈസേഷന്റെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഹെൽത്ത് ആണ് അല്ലെ. ആ എംപ്ലോയീസ് എത്രത്തോളം ഹെൽത്തി ആണോ അത്രത്തോളം പ്രൊഡക്റ്റീവ് ആയിരിക്കും. എത്രത്തോളം പ്രൊഡക്റ്റീവ് ആവുന്നോ അത്രത്തോളം ഓർഗനൈസേഷന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഓർഗനൈസേഷന്റെ ഹെൽത്ത് വർദ്ധിക്കും. അപ്പൊ ഒരു ഓർഗനൈസേഷന്റെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഹെൽത്ത് ആണ് അല്ലെ. അവരുടെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഔട്ട്കം, അതാണ് എന്ത് ഓർഗനൈസേഷന്റെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ. അപ്പൊ ശരിയല്ലേ? ഓർഗനൈസേഷണൽ ഹെൽത്ത് അഥവാ ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഫിസിക്കൽ അതുപോലെ തന്നെ മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഓഫ് എ വർക്കർ ഇൻ എൻ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള അവരുടെ ക്ഷേമത്തിനെയാണ് നമ്മൾ ഓർഗനൈസേഷണൽ ഹെൽത്ത് അഥവാ ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? അതേ അർത്ഥം തന്നെയാണ്, അതേ കൺസെപ്റ്റ് തന്നെയാണ്. ഇൻഡസ്ട്രിയൽ ഹെൽത്ത് ഈസ് കൺസിഡേർഡ് ആസ് എ സിസ്റ്റം ഓഫ് പീപ്പിൾസ് ഫിറ്റ്നസ്. അതായത് ആളുകളുടെ ശാരീരിക ക്ഷമതയ്ക്കുള്ള ഒരു സംവിധാനം. ആളുകളുടെ ശാരീരിക ക്ഷമതയ്ക്കുള്ള സംവിധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകള്, അവിടുത്തെ എംപ്ലോയീസിന്റെ ശാരീരിക ക്ഷമതയ്ക്കുള്ള സംവിധാനം എന്ന് പറഞ്ഞാല് അവർക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം എന്താണ് അനുകൂലമാക്കി, അനുകൂലമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ആ രീതിയിൽ ആളുകളുടെ ശാരീരിക ക്ഷമതയ്ക്കുള്ള ഒരു സംവിധാനമായിട്ടും പിന്നെന്താണ് എന്റെ ഡിഫെൻസീവ് റെമഡി that can be applied in various industry. വിവിധ വ്യവസായങ്ങളിൽ, വിവിധ ഇൻഡസ്ട്രിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു പ്രതിരോധ പരിഹാര നടപടിയായിട്ടും അതിനെ കണക്കാക്കും. പ്രതിരോധ പരിഹാര നടപടി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് എത്രത്തോളം ഹെൽത്തി ആണോ, എത്രത്തോളം പ്രൊഡക്റ്റീവ് ആണോ, ആ ഓർഗനൈസേഷനിൽ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യത കുറവായിരിക്കും അല്ലെ. അവിടെ എന്താണ്? പ്രശ്നങ്ങൾ കുറയും അല്ലെ. മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾ കുറയുകയും അവിടുത്തെ ആളുകളുടെ പ്രകടനം ഒന്നുകൂടി നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് പറ്റും. അതുകൊണ്ട് വേറെ വ്യാവസായിക സംഘർഷങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് അവിടെ കുറവാണ്. അപ്പൊ അതിനുള്ള ഒരു ഡിഫെൻസീവ് റെമഡിയാണ് എന്ത് ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് ആളുകളുടെ ശാരീരിക ക്ഷമതയ്ക്കുള്ള ഒരു സംവിധാനമായിട്ടും വിവിധ വ്യവസായങ്ങളിൽ നമുക്ക് പ്രയോഗിക്കാവുന്ന ഒരു പ്രതിരോധ പരിഹാര നടപടിയുമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എത്രത്തോളം ഹെൽത്തി ആണോ അത്രത്തോളം അവർക്ക് പ്രതിരോധിക്കാൻ പറ്റും. ഒരു ഓർഗനൈസേഷൻ എത്രത്തോളം ഹെൽത്തി ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എംപ്ലോയീസിന്റെ ഹെൽത്ത് ആണ്. എംപ്ലോയീസ് എത്രത്തോളം ഹെൽത്തി ആണോ ഓർഗനൈസേഷൻ അത്രത്തോളം ഹെൽത്തി ആണ്. ഒരു ഓർഗനൈസേഷൻ എത്രത്തോളം ഹെൽത്തി ആയിരിക്കും പ്രോബ്ലംസിനെയൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫെൻഡ് ചെയ്യാൻ പറ്റും അല്ലെ. അവർക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത് പറയുന്നത് the main aim of organizational health is to avoid the chances of occurrence of a particular disease or injury instead of focusing on the treatment of disease. അതായത് നമ്മളൊരു ചികിത്സയ്ക്ക് പകരമായിട്ട്, നമ്മളിപ്പോ ഒരു രോഗം വന്ന് ചികിത്സിക്കുന്നതിന് പകരമായിട്ട് ഒരു രോഗം എന്താണ് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പരിക്ക് അല്ലെങ്കിൽ ഒരു ഡിസീസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഓർഗനൈസേഷണൽ ഹെൽത്ത് ലക്ഷ്യമിടുന്ന കാര്യം. നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് അല്ലെ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമ്മൾ പറയും അല്ലെ. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് എന്താണ്? രോഗം വരാതിരിക്കാന്നുള്ളതാണ്. എന്നതുപോലെ തന്നെയാണ് നമ്മളൊരു ട്രീറ്റ്മെന്റ് ചികിത്സിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ എന്താണ് ആ ഒരു പ്രത്യേക രോഗം അല്ലെങ്കിൽ ആ ഒരു പരിക്ക് അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഓർഗനൈസേഷണൽ ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു മനുഷ്യനെ സംബന്ധിച്ചല്ല, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കണം. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവർക്ക് ഒരു പ്രോബ്ലം വന്ന് ആ പ്രോബ്ലത്തിന് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് എന്താണ്? ആ പ്രോബ്ലം വരാതെ നോക്കാന്നുള്ളതാണ് അല്ലെ. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ഓർഗനൈസേഷണൽ ഹെൽത്തിന്റെ എയിം അതാണ് കേട്ടോ. There are two aspects related to the issue of health of employees. അപ്പോ നമ്മുടെ എംപ്ലോയീസിന്റെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും രണ്ട് വശങ്ങളുണ്ട്, രണ്ട് ആസ്പെക്ട്സ് ഉണ്ട്. ഇതൊക്കെയാണ് രണ്ട് ആസ്പെക്ട്. ഒന്ന് ഹെൽത്ത് ഹസാർഡ്സ് ആണ്, രണ്ട് ഹെൽത്ത് റിസ്ക് ആണ്. എന്താണ് ഹെൽത്ത് ഹസാർഡും ഹെൽത്ത് റിസ്കും? എന്താണ് ഈ രണ്ട് കൺസെപ്റ്റ്? ഹെൽത്ത് ഹസാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽത്ത് ഹസാർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കണ്ടീഷൻ ഓഫ് സിറ്റുവേഷൻസ് ദാറ്റ് ഹാർംഫുൾ ടു ദ ഹെൽത്ത്. അതായത് എംപ്ലോയിയുടെ ഹെൽത്തിനെ ദോഷകരമായിട്ട് ബാധിക്കുന്ന കണ്ടീഷൻസ്, സാഹചര്യങ്ങള്, സിറ്റുവേഷൻസ്, അതിനെയാണ് നമ്മൾ ഹെൽത്ത് ഹസാർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഹെൽത്ത് ഹസാർഡ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻസ് ആണ്, സിറ്റുവേഷൻസ് ആണ് that can harmful to the health. അതായത് എംപ്ലോയീസിന്റെ ഹെൽത്തിനെ ഹാർംഫുൾ ആക്കുന്ന, ദോഷകരമായിട്ട് എന്താണ് അവരെ ദോഷകരമായിട്ട് ബാധിക്കുന്ന സാഹചര്യങ്ങളെയാണ് നമ്മൾ ഹെൽത്ത് ഹസാർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഹെൽത്ത് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽത്ത് റിസ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഹെൽത്ത് പ്രോബ്ലം ആണ്, പ്രോബബിലിറ്റി ഓഫ് ഹെൽത്ത് ഇഷ്യൂ ആണ് ഡ്യൂ ടു ദ എക്സ്പോഷർ ഓഫ് ഹെൽത്ത് ഹസാർഡ്. ഈ ഹെൽത്ത് ഹസാർഡ് മൂലം ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയെയാണ് നമ്മൾ, ആ പ്രോബബിലിറ്റിനെയാണ് നമ്മൾ ഹെൽത്ത് റിസ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് രണ്ടും നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഹെൽത്ത് ഹസാർഡ് എന്ന് പറഞ്ഞാൽ അത് സാഹചര്യങ്ങളാണ്, അതായത് ഒരു എംപ്ലോയിയുടെ ഹെൽത്തിനെ ദോഷകരമായിട്ട് ബാധിക്കുന്ന സിറ്റുവേഷൻസ്, കണ്ടീഷൻസ്, അതിനെയാണ് നമ്മൾ ഹെൽത്ത് ഹസാർഡ് എന്ന് പറയുന്നത്. ഹെൽത്ത് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് എ ഹെൽത്ത് പ്രോബ്ലം ഡ്യൂ ടു എക്സ്പോഷർ ഓഫ് ഹെൽത്ത് ഹസാർഡ്. ഹെൽത്ത് ഹസാർഡ് മൂലം ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയെയാണ് നമ്മൾ ഹെൽത്ത് റിസ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ രണ്ട് കൺസെപ്റ്റുകളാണ് അവിടെ പറയുന്നത്. അപ്പോ ഹെൽത്ത് ഹസാർഡ്സ് ആർ ജനറലി സീൻ ഇൻ every organization while a health risk varies among organization. ഹെൽത്ത് ഹസാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടാവും. അതായത് ഈ പറയുന്ന അവരുടെ ആരോഗ്യത്തിന് ഹാർംഫുൾ ആവുന്ന എല്ലാ സാഹചര്യങ്ങളും, ഒരുവിധപ്പെട്ട എല്ലാ സാഹചര്യങ്ങളും ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും ഉണ്ടായിരിക്കും. അതൊരിക്കലും നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റില്ല, സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. അതേസമയം ഹെൽത്ത് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഓർഗനൈസേഷനിൽ വ്യത്യസ്തമായിരിക്കും. അത് റിസ്ക് എന്ന് പറഞ്ഞ പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും, അത് വ്യത്യസ്തമായിരിക്കും. അത് നമ്മൾ എടുക്കുന്ന മുൻകരുതലുകളും മറ്റുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഹെൽത്ത് റിസ്ക് എന്ന് പറയുന്നത് വ്യത്യാസപ്പെടാം. പക്ഷെ ഹെൽത്ത് ഹസാർഡ് എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടായിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി നോക്കാം. However, health hazards cannot be minimized, but health risk can be minimized to certain extent by offering good employment conditions, using appropriate safety precautions and guidelines. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഹെൽത്ത് ഹസാർഡ്സിന് നമുക്ക് ഒരിക്കലും മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒരിക്കലും ഇല്ലാതാക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല, മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേസമയം ഹെൽത്ത് റിസ്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? അപ്രോപ്രിയേറ്റ് സേഫ്റ്റി പ്രിക്കോഷൻസ്, അല്ലെ? അതായത് അനുയോജ്യമായിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകളും മാർഗനിർദ്ദേശങ്ങൾക്കൊക്കെ അനുസൃതമായിട്ട് നല്ലൊരു തൊഴിൽ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഹെൽത്ത് റിസ്കിനെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഹെൽത്ത് ഹസാർഡിനെ മിനിമൈസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ സാധ്യതയെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? വളരെ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുക, കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസുകൾക്ക് അനുസരിച്ചുകൊണ്ട് നമ്മൾ നല്ലൊരു തൊഴിൽ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹെൽത്ത് റിസ്കിനെ ഒരു പരിധി വരെ നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് പുറമെ ദ ഇൻഡസ്ട്രിയൽ ഹെൽത്ത് പ്രോഗ്രാംസ് കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് പ്രിസർവേഷൻ ആൻഡ് അവോയ്ഡൻസ് ഓഫ് ജോബ് റിലേറ്റഡ് ഡിസീസ്. കേട്ടോ, അപ്പൊ ഒരു ഇൻഡസ്ട്രിയൽ ഹെൽത്ത് പ്രോഗ്രാംസ്, ഒരു ഇൻഡസ്ട്രിയൽ ഹെൽത്ത് പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഹെൽത്ത് പ്രിസർവേഷൻ, ആരോഗ്യ സംരക്ഷണങ്ങളും ഉണ്ടായിരിക്കും. അവോയ്ഡൻസ് ഓഫ് ജോബ് റിലേറ്റഡ് ഡിസീസസ്, കേട്ടോ, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുടെ അവോയ്ഡൻസും അത് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഒരു ഇൻഡസ്ട്രിയൽ ഹെൽത്ത് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ടും വരുന്നുണ്ട്. ഹെൽത്ത് പ്രിസർവേഷൻ പ്രോഗ്രാമുകളുണ്ട്, ആരോഗ്യ സംരക്ഷണ പരിപാടികൾ ഉണ്ടായിരിക്കും. ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസിന് അവോയ്ഡ് ചെയ്യുന്ന പ്രോഗ്രാംസുകളും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? ക്ലിയർ ആണ്. സിസ്റ്റർ വായിച്ചു നോക്കിയേ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അക്കോർഡിംഗ് ടു ദ ജോയിന്റ് ILO or WHO കമ്മിറ്റി ഓൺ ഓർഗനൈസേഷണൽ ഹെൽത്ത്. കേട്ടോ, ILO എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്നാണ്. കേട്ടോ, ILOന്റെ ഫുൾ ഫോം നോട്ട് ചെയ്ത് വെക്കുക, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. കേട്ടോ, WHO നിങ്ങൾക്ക് അറിയാലോ,
വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടനയാണ് കേട്ടോ. അപ്പോ ഈ പറയുന്ന ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അഭിപ്രായത്തില് ഒരു ഓർഗനൈസേഷണൽ ഹെൽത്ത് കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് ഓർഗനൈസേഷണൽ ഹെൽത്ത് കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത് 4 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇതാണ്: ദ പ്രൊമോഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഓഫ് വർക്കേഴ്സ് ഇൻ ഓൾ ഒക്യുപേഷൻസ്. എന്താണ്? ദ പ്രൊമോഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഓഫ് വർക്കേഴ്സ് ഇൻ ഓൾ ഒക്യുപേഷൻസ്. അതായത് എല്ലാ തൊഴിലുകളിലെയും ഈ പറയുന്ന വർക്കേഴ്സിന്റെ ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള ഒരു ക്ഷേമം ഉറപ്പുവരുത്തുക, അല്ലെ? സാമൂഹികമായിട്ടുള്ള ക്ഷേമം പ്രൊമോട്ട് ചെയ്യുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക, അതിനെ പരിപാലിക്കുക. അതാണ് ഓർഗനൈസേഷൻ ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ആരുടെ അഭിപ്രായമാണ്? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അഭിപ്രായമാണ് ഈ പറയുന്നത് കേട്ടോ. അതായത് എല്ലാ ഒക്യുപേഷൻസിലും വർക്കേഴ്സിന് ഫിസിക്കലായിട്ട്, ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള അവരുടെ ആ ഒരു ക്ഷേമം അത് പ്രോത്സാഹിപ്പിക്കുക, അതിനെ പരിപാലിക്കുക. ഓക്കെ. രണ്ടാമത്തെ എന്താണ്? പ്രിവെൻഷൻ എമംഗ് വർക്കേഴ്സ് ഓഫ് ഇൽ ഹെൽത്ത് കോസ്ഡ് ബൈ ദ വർക്കിംഗ് കണ്ടീഷൻസ്. അതായത് തൊഴിൽ സാഹചര്യങ്ങൾ മൂലമുണ്ടാകുന്ന അസുഖങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കുക, എന്ന് വെച്ചാൽ അവരെ അതിൽ നിന്നും പ്രിവെന്റ് ചെയ്യുക, അല്ലെ? തൊഴിൽ സാഹചര്യങ്ങൾ മൂലമുണ്ടാകുന്ന അസുഖങ്ങളെ തടയുക. ഓക്കെ. പിന്നെ മൂന്നാമത്തെ എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദെയർ എംപ്ലോയ്മെന്റ് ഫ്രം ദ റിസ്ക് റിസൾട്ടിംഗ് ഫ്രം ഫാക്ടേഴ്സ് അവേഴ്സ് ടു ഹെൽത്ത്. അതായത് ഈ പറയുന്ന ജോലി സ്ഥലത്ത് എംപ്ലോയീസിന്റെ ഹെൽത്തിനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ ഹെൽത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഫാക്ടേഴ്സിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യാം, അല്ലെ? ജോലി സ്ഥലത്ത് അവിടുത്തെ എംപ്ലോയീസിനെ അവരുടെ ഹെൽത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഫാക്ടേഴ്സുകള്, പ്രതികൂലമായിട്ട് സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണോ അതിൽ നിന്നും വർക്കേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക, സംരക്ഷിക്കുക. ഓക്കെ. നാലാമത്തെ എന്താണ്? Placing and maintaining the worker in an occupational environment adapted to his physical and psychological equipment. അതായത് നമ്മൾ ഈ പറയുന്ന വർക്കേഴ്സിന്റെ, അതായത് എംപ്ലോയീസിന്റെ ശാരീരികവും അതുപോലെ തന്നെ മാനസികവുമായിട്ടുള്ള അവരുടെ നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ, അല്ലെ, അതിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതുമായിട്ട് പൊരുത്തപ്പെടുന്ന ഒരു ഒക്യുപേഷണൽ എൻവയോൺമെന്റിലൂടെ അവരെന്ത് ചെയ്യുക? പ്ലേസ് ചെയ്യുക. ക്ലിയർ ആയോ? Placing and maintaining the worker in an occupational environment adapted to his physical and psychological equipment. Equipments means ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം ഇത്രയേ ഉള്ളൂ. അതായത് വർക്കേഴ്സിന്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ പൊരുത്തപ്പെടുന്ന രീതിയിൽ ഉള്ള ഒരു ഒക്യുപേഷണൽ സാഹചര്യത്തിലൂടെ, ഒരു തൊഴിൽ സാഹചര്യത്തിലൂടെ അവരെന്ത് ചെയ്യുക? പ്ലേസ് ചെയ്യുക, അല്ല? അവരെ പ്ലേസ് ചെയ്യുക, അവിടെ അവരെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ഓർഗനൈസേഷണൽ ഹെൽത്ത് കൊണ്ട് ലക്ഷ്യമിടുന്നത്. ക്ലിയർ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന്, എല്ലാ ഒക്യുപേഷൻസിലെ വർക്കേഴ്സിന്റെ ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള ഒരു ക്ഷേമം പ്രോത്സാഹിപ്പിക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തൊഴിൽ സാഹചര്യങ്ങൾ മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ തടയുക. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ജോലി സ്ഥലത്ത് വർക്കേഴ്സിന്റെ ഹെൽത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന എല്ലാ ഫാക്ടേഴ്സിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്? ഈ പറയുന്ന വർക്കേഴ്സിന്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു തൊഴിൽ സാഹചര്യത്തിലൂടെ അവരെ പ്ലേസ് ചെയ്യുക. ഇത്രയുമാണ് ഒരു ഓർഗനൈസേഷണൽ ഹെൽത്ത് അഥവാ ഇൻഡസ്ട്രിയൽ ഹെൽത്ത് കൊണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും ലക്ഷ്യമിടുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയി ഹെൽത്ത് കേട്ടോ. ഈ എംപ്ലോയി ഹെൽത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ? ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയി ഹെൽത്ത് ആർ എസ് ഫോളോസ്. അതായത് ഒരു എംപ്ലോയി ഹെൽത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ 9 പോയിന്റുകൾ അവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്: ടു ഡിക്രീസ് ആബ്സെന്റീസം ആൻഡ് ഡിഗ്രി ഓഫ് ലേബർ ടേൺ ഓവർ. എന്താണ്? ടു ഡിക്രീസ് ആബ്സെന്റീസം ആൻഡ് ഡിഗ്രി ഓഫ് ലേബർ ടേൺ ഓവർ കേട്ടോ. ആബ്സെന്റീസും ലേബർ ടേൺ ഓവറും കുറയ്ക്കാം, അല്ലെ? ആബ്സെന്റീസം, ലേബർ ടേൺ ഓവർ, അതായത് എന്താണ്? ഈ പറയുന്ന എംപ്ലോയീസിന്റെ ആബ്സെന്റീസ്, അവര് ജോലിയിൽ ഹാജരാകാതിരിക്കുന്ന അവസ്ഥ, ടേൺ ഓവർ, അല്ലെ? അതായത് ജോലി മതിയാക്കി പോകുന്ന സാഹചര്യം, അങ്ങനെയുള്ള ടേൺ ഓവറിനെ ആബ്സെന്റീസിനെ കുറയ്ക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെന്താണ്?
ടു റിഡ്യൂസ് ഓർഗനൈസേഷണൽ ഡിസാറ്റിസ്ഫാക്ഷൻ, അതായത് ആ ഒരു ഓർഗനൈസേഷന്റെ അസംതൃപ്തി റെഡ്യൂസ് ചെയ്യുക, അല്ലെ? ഓർഗനൈസേഷന്റെ അസംതൃപ്തി റെഡ്യൂസ് ചെയ്യുക, കുറയ്ക്കുക. പിന്നെന്താണ്? ടു ഡിക്രീസ് ദ ഒക്കറൻസ് ഓഫ് ജോബ് റിലേറ്റഡ് ഡിസീസ്, അല്ലെ? അതുപോലെ തൊഴിൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ കുറയ്ക്കുക, അല്ലെ? തൊഴിൽ സംബന്ധമായിട്ട് ജോബ് റിലേറ്റഡ് ആയിട്ട് വരുന്ന അസുഖങ്ങളെ കുറയ്ക്കുക. പിന്നെന്താണ്? ടു ഡിക്രീസ് ഡാമേജസ് ആൻഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, അല്ലെ? നാശനഷ്ടങ്ങള്, പ്രവർത്തന ചെലവുകള്, അതൊക്കെ കുറയ്ക്കാം. എംപ്ലോയീസ് ഹെൽത്തി അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോ അത് ഓർഗനൈസേഷനെ പ്രതികൂലമായിട്ട് ബാധിക്കും. അവിടെ പലതരത്തിലുള്ള പ്രവർത്തന ചെലവുകൾ കൂട്ടേണ്ടതായിട്ട് വരും, അല്ലെ? അപ്പൊ ആ രീതിയിൽ നാശനഷ്ടങ്ങളും പ്രവർത്തന ചെലവുകളും കുറയ്ക്കാം. പിന്നെന്താണ്? ടു ഡിക്രീസ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്റ്റ്, വ്യാവസായിക സംഘർഷങ്ങൾ കുറയ്ക്കുക. പിന്നെന്താണ്? ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ഇൻ ദ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷനിൽ നല്ലൊരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആവശ്യമാണ്, ഹെൽത്ത് വേണം. പിന്നെന്താണ്? ടു ബൂസ്റ്റ് ദ മൊറാലി ഓഫ് എംപ്ലോയീസ് ആൻഡ് എൻകറേജ് ദം, അല്ലെ? അതായത് എംപ്ലോയീസിന്റെ മനോവീര്യം ബൂസ്റ്റ് ചെയ്യുക, അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക, അവരെ എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. പിന്നെന്താണ്? ടു എൻഹാൻസ് വർക്കേഴ്സ് ഇഫക്റ്റീവ്നെസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി, വർക്കേഴ്സിന്റെ ഫലപ്രാപ്തി, അവരുടെ എഫിഷ്യൻസി, അവരുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക. പിന്നെന്താണ്? ടു എൻകറേജ് ആൻഡ് അസിസ്റ്റ് എംപ്ലോയീസ് സോ ദാറ്റ് ദേ ക്യാൻ വർക്ക് ഫോർ എ ലോങ്ങർ ടൈം, കൂടുതൽ സമയം വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിനെ എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യുക, അവരെ പിന്തുണയ്ക്കുക, അസിസ്റ്റ് ചെയ്യുക. ഇത്രയുമാണ് നമ്മളെ എംപ്ലോയി ഹെൽത്ത് കൊണ്ട് ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ. ക്ലിയർ ആണോ? ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇതിന് ഏജ് ലിമിറ്റ് ഉണ്ടോ? ഏജ് ഒരു ക്രൈറ്റീരിയ വരുമോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഇതിനാണ് ഈ HR ഇത് ജോബ് ഒരു മിനിറ്റ്, ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ. അതിന് ഇഷ്യൂസ് ഉണ്ടെന്ന് നോക്കട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യാം. ജയദേവ് ഒരു മിനിറ്റ് കേട്ടോ, മാം ഇപ്പൊ വരും. മാം നിങ്ങളുടെ അടുത്ത് സംസാരിക്കും കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാമിനോട് ചോദിക്കും കേട്ടോ. Hello, good morning. Good morning. And how are you? Leave the book.
Fine. So happy to hear that you are doing good or keeping fine. Okay. എല്ലാവരും പോയോ? ലീവ് ചെയ്ത് പോയെന്ന് തോന്നുന്നു ക്ലാസ്സിൽ നിന്ന്. എത്ര സ്റ്റുഡൻസ് ഏകദേശം ആവറേജ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാറുണ്ട്? ഒരു അബൌട്ട് എത്ര പേര് ഡെയിലി നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാറുണ്ട്? നിങ്ങൾ അതൊക്കെ നോക്കാറുണ്ടോ? നമ്മുടെ ക്ലാസ്സിൽ എത്ര പേര് കയറാറുണ്ട്? എനിക്ക് മനസ്സിലാവുന്നില്ല. വേറെ പറയൂ. 25 ആണോ? സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? സൗണ്ട് മ്യൂട്ട് ചെയ്യോ എല്ലാവരും? യെസ്, ഓക്കെ. എത്രയെങ്കിലും ആവട്ടെ. ഓൾമോസ്റ്റ് ഞാൻ ചോദിച്ചത് എന്തിനാന്ന് വെച്ചാൽ എത്ര കുട്ടികൾ ഇപ്പൊ ഇവിടുന്ന് ലീവ് ചെയ്ത് പോയി എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. സോ ലീവ് ഇറ്റ്, അത് വിട്ടേക്ക്, നമ്മുടെ കാര്യം അതല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണോ? ഉള്ളവര് കുറച്ചുള്ളവര് ഇപ്പൊ ആകെ 4 പേര് ഇവിടെ ഇരിക്കുന്നുള്ളൂ. 4 പേര് പറഞ്ഞാൽ മതി. നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ എങ്ങനെ പോകുന്നു എന്ന് പറയാമോ? നമുക്ക് റെക്കോർഡ് ഓഫ് ചെയ്യാം, കാരണം വേറെ ആളുകൾക്കൊന്നും ആവശ്യമില്ലാത്ത കാര്യമാണ്. അവരൊക്കെ ലീവ് ചെയ്ത് പോയി. ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണ്. ആൻഡ് കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് എടുക്കുന്നതൊക്കെ മനസ്സിലാവുണ്ടല്ലോ അല്ലേ?